സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുൺ ഫോണൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ട് വരുൺ പറഞ്ഞ കാര്യങ്ങളെല്ലാം പത്മിനിയോട് പറയണേ. അമ്മേനെ വരുണിൻ്റെ അധികം കൂടി ആറ്റുവശേരിൽ കൂട്ടിക്കൊണ്ടു പോയിരിക്കുവാണെന്ന് കുറച്ച് ദിവസം അവിടെ നിർത്താനായിട്ട്. അത് കേൾക്കുമ്പോൾ പത്മിനിക്ക് സന്തോഷമാകണേ. അതെന്താണെങ്കിലും നന്നായിട്ടാ. അമ്മൊറ്റക്ക് അവിടെ കണിമംഗലത്ത് നിൽക്കുന്ന കാര്യം ഓർത്തിട്ട് മനസ്സിനൊരു സമാധാനം ഇല്ലായിരുന്നു. ഇപ്പോഴാ മനസ്സൊന്ന് ശാന്തമായത്. കുട്ടികൾക്കൊപ്പമാണല്ലോ, ഇനി പേടിക്കേ വേണ്ട അമ്മയുടെ കാര്യം ഓർത്ത്. അവിടെ അമ്മക്ക് ഒരു കുറവും ഉണ്ടാകാൻ കുട്ടികൾ സമ്മതിക്കില്ല. അങ്ങനെ അവർ സന്തോഷത്തോടെ ഇരിക്കുവാണ്. ഈ സമയം വരുൺ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് അവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും തൽക്കാലം ഞാൻ അച്ഛനോട് പറഞ്ഞില്ല. അതൊക്കെ അറിഞ്ഞാൽ അച്ഛനും അമ്മക്കും അതൊരിക്കലും താങ്ങാനാവില്ല. അച്ഛനത് കൂടുതൽ വേദനയിലാവും. അച്ഛനിപ്പോൾ യാത്രയിലല്ലേ, അതൊക്കെ കഴിയട്ടെ. അന്നേരം ദൈവം പറഞ്ഞേ, അത് തന്നെയാണ് മോനെ നല്ലത്. വെറുതെ എന്തിനാ അവരുടെ മനസ്സും കൂടി വിഷമിപ്പിക്കുന്നത്. മാത്രമല്ല അവർ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ജയഭാദ്രതയമ്മയും ഓക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞ് അവർ സന്തോഷത്തോടെ ഇരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ഫോണിൽ എന്തോ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഉർവശിനെയാണ് കേട്ടോ. ഈ സമയം ഉർവശിക്കുള്ള ജ്യൂസുമായിട്ട് കൽപ്പന അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇതാ ചെറിയമ്മേ പാലും നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നട്ട്സൊക്കെ തീരാറായിരിക്കുമോ? അതെന്താ നീ എന്താ വെറുതെ ഇരിക്കുന്ന സമയത്ത് ആ നട്ട്സൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടോ? ഞാനൊന്നും കഴിക്കാറില്ല ചെറിയമ്മേ. ഒരു കാര്യം നീ ഓർത്തോ, എനിക്ക് ഇതിനൊക്കെ നല്ല കണക്കുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അറിയാതെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിടിക്കപ്പെടുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് നീ കേൾക്കേണ്ടതൊക്കെ കേൾക്കേണ്ടി വരും. പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊന്നും പറഞ്ഞ് എന്നോട് പരാതിപ്പെട്ട് വന്നേക്കരുത്, മനസ്സിലായല്ലോ? സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതം ഒന്ന് ആസ്വദിക്കാൻ തുടങ്ങിയത്. ഇവിടുന്ന് ആ വരുണിൻ്റെ അധികം കൂടി അമ്മയെ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ഞാൻ ആദ്യം ഒന്ന് എതിർത്തെങ്കിലും ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ അത് തന്നെയാണ് നല്ലതെന്നാണ് തോന്നുന്നത്. ഇവിടെ ഈ കുടുംബത്തിന് ഭാര്യ ഒടിച്ചിൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരോരോരുത്തരായിട്ട് ഇതുപോലെ പോയി കഴിഞ്ഞാൽ സമാധാനം കിട്ടും. ആദ്യം അമ്മ പോയി, ഇനി ഏട്ടനും ഏട്ടത്തിയുമാ. അവരിപ്പോൾ തീർത്ഥയാത്രക്ക് പോയിരിക്കുവാണല്ലോ. ആ പോകുന്ന പോക്കിൽ എവിടെയെങ്കിലും മുങ്ങി മരിച്ചാലും ആർക്കെന്തും സങ്കടം. ആ ഒരു ശല്യം തീർന്നുള്ള സമാധാനത്തിൽ ബാക്കിയുള്ളവർക്ക് ഇവിടെ ജീവിക്കാം. എനിക്ക് കിട്ടിയ ഈ സൗഭാഗ്യങ്ങൾ, അതിനൊക്കെ മുമ്പിൽ എന്നെ തോപ്പിച്ചു നിർത്താൻ ഈ ലോകത്തിന് ആരാ ഉള്ളത്? ഇപ്പോഴല്ലേ ഞാൻ ജീവിക്കുന്നത് സകല ആർഭാടങ്ങളും ഉപയോഗിച്ച്. ഈ സമയത്ത് പുറത്തൊരു കാർ വന്നിരിക്കുന്ന ഒച്ചേക്കുവാണ്. അന്നേരം ഉർവശി പറയണേ, ആരോ വന്നിട്ടുണ്ടല്ലോ പുറത്ത്. കൽപ്പനെ, നീ ആരാണെന്ന് ചെന്ന് നോക്ക്. ചന്ദ്രേട്ടൻ്റെ ഏതെങ്കിലും ബിസിനസ് സുഹൃത്തുക്കളായിരിക്കും. ചന്ദ്രേട്ടനാണെങ്കിൽ വലിയ വലിയ കുറേ ബിസിനസ് സാമ്രാട്ടുകളുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ. അവരിലാരെങ്കിലും ഏട്ടനെ കാണാൻ വന്നതായിരിക്കും. നീ ചെന്ന് നോക്ക്. അങ്ങനെ കൽപ്പന ചെന്ന് മുറ്റത്ത് പോയി നോക്കുമ്പോഴായിരിക്കും കേട്ടോ കാറിൽ നിന്ന് ഇറങ്ങി വിടുന്ന സാറേ കാണുന്നത്. അന്നേരം കൽപ്പന പറയണേ, ആ ചെറിയമ്മ പറഞ്ഞത് ചെറിയച്ഛൻ്റെ ബിസിനസ് ഫ്രണ്ട് തന്നെയാ, വേറെ ആരുമല്ല, സാറാ മാഡം. അത് കേൾക്കുന്നതും ഉർവശിയുടെ മുഖമൊക്കെ അങ്ങ് മാറുക. ഇവളായിരുന്നു ഒരുങ്ങി കെട്ടി ഇങ്ങോട്ട് വന്നത് എന്നുള്ള മട്ടിൽ ദേഷ്യത്തിൽ നിൽക്കുവാണ് കേട്ടോ. ഈ സമയം സാറ അകത്തേക്ക് കയറി വരുക. ആ ഉർവശി, ചന്ദ്രു ഇല്ലേ ഇവിടെ? ചന്ദ്രുവോ? ചന്ദ്രശേഖർ, ഒരു ബിസിനസ് കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു ഞാൻ വന്നത്. ചന്ദ്രേട്ടനുണ്ട്, മുകളിലാണ്, ഞാൻ വിളിക്കാം. അതിൻ്റെ ആവശ്യമില്ല, ഞാൻ അവിടെ ചെന്ന് കണ്ടോളാം. അല്ല, ചന്ദ്രേട്ടൻ റൂമിലായിരിക്കും, അതിനെന്താ, നോ പ്രോബ്ലം. അങ്ങനെ പറഞ്ഞ് സാറ നേരെ അകത്തേക്ക് ഇടിച്ച് കയറി ചെല്ലുവാണ്. ഈ സമയം ഇതൊന്നും കണ്ട് തീരെ ഇഷ്ടപ്പെടാതെ നിൽക്കുവാണ് ഉർവശി. അന്നേരം കൽപ്പന പറയണേ, കണ്ടില്ലേ ചെറിയമ്മേ, എന്നാലും വീട്ടിൽ കയറി വന്ന ഒരു അതിഥി ഇങ്ങനെയാണോ കാണിക്കേണ്ടത്? ചെറിയച്ഛനെ കാണണമെങ്കിലും സംസാരിക്കണമെങ്കിലും ഇവിടെ വെയിറ്റ് ചെയ്താൽ പോരെ? എന്നാൽ ഇതങ്ങനെയാണോ ചെയ്തത്? നേരിട്ട് റൂമിലേക്ക് ഇടിച്ചു കയറുമല്ലേ? ഈ വീട് സാറാ മേഡം നേടിത്തന്നതാണ്, അവർക്ക് ഈ വീട്ടിൽ അവകാശമുണ്ട് എന്നും പറഞ്ഞ് ചെറിയമ്മയുടെ ചെറിയച്ഛൻ്റെ ബെഡ്റൂമിലേക്കൊക്കെ അവർക്കിങ്ങനെ സ്വാതന്ത്ര്യത്തോടെ കയറി ചെല്ലാമോ? അത് ചെറിയമ്മ അനുവദിക്കുന്നത് ശരിയായ കാര്യമാണോ? ഇക്കണക്കിന് പോകുവാണെങ്കിൽ ഈ വീട് തൻ്റെ സ്വന്തമാണെന്ന് പറയുന്നത് പോലെ ചെറിയച്ഛനെയും അവർ സ്വന്തമാണെന്ന് പറയുമോ? അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ചെറിയമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെ നമ്മുടെ ഭർത്താവിൻ്റെ മേലെ മറ്റൊരു സ്ത്രീ ഇതുപോലെ അധികാരം പ്രയോഗിക്കുന്നത് കാണുമ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ കണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? അല്ലേ ചെറിയമ്മേ, വല്ലാത്തൊരവസ്ഥയായിരിക്കും അത്. സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ കൈവിട്ടു പോകും. അതുകൊണ്ട് ഇതൊന്നും അധികം പ്രോത്സാഹിപ്പിക്കാത്തതാണോ നല്ലത്. അങ്ങനെ ഇതെല്ലാം കേൾക്കുന്നതും ദേഷ്യം വന്ന ഉർവശിയാണെങ്കിൽ വേഗം തന്നെ ചാടിക്കയറി മുകളിലേക്ക് ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ മുകളിലെ ആ ഒരു ഇരുന്ന് സംസാരിക്കുന്ന ഏരിയയിലൊക്കെ പോയി നോക്കുക. ഷടാ, ചന്ദ്രേട്ടൻ ഇവിടെയാണല്ലോ ഇരുന്നത്, ഇതിപ്പോൾ എവിടെ പോയി ഇവർ രണ്ടുപേരും എന്നും പറഞ്ഞ് അവിടെ എല്ലാം ചുറ്റും നോക്കുവാണ് ഉർവശി. ഈ സമയം പിന്നാലെ കൽപ്പന എത്തിയിട്ടുണ്ടാവും. അങ്ങനെ കൽപ്പന നടന്ന ചന്ദ്രശേഖരൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ചന്ദ്രശേഖരൻ്റെയും സാറേൻ്റെയും ചിരിയൊക്കെ കേൾക്കുവാണ്. ചന്ദ്രശേഖരൻ പറയണേ, സാറേനെ ഡ്രസ് കാണാൻ നല്ല ഭംഗിയുണ്ട്, കൂടുതൽ സുന്ദരിയായിട്ടുണ്ട്, ആണോ ചന്ദ്രശേഖർ എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. അത് കേട്ട് കൽപ്പന നേരെ ഉർവശിൻ്റെ അരികിലേക്ക് ഓടിച്ചെല്ലണേ. അല്ല ചെറിയ ഇതിവിടെ ആരെയും നോക്കുന്നത്?
ചന്ദ്രേട്ടനെ കുറച്ച് മുമ്പ് ഇവിടെയായിരുന്നത്, ഇപ്പം നോക്കിയിട്ട് കാണുന്നില്ല. ചെറിയച്ഛനും സാറാ മേഡത്തിനാണ് നോക്കുന്നതെങ്കിലേ ഇവിടെ നോക്കിയിട്ട് ഒരു കാര്യമില്ല. രണ്ടുപേരും കൂടി ആ റൂമിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അവിടെ ഇരുന്ന് ചിരിയും ബഹളമൊക്കെ കേൾക്കാം. സത്യമാണ് നീ പറയുന്നത്. ചെറിയ മോന്ന് വന്നേ, കേൾക്കുന്നില്ലേ? അങ്ങനെ അവരുടെ ചിരിയും കളിയൊക്കെ കേട്ട് ദേഷ്യത്തിൽ ഉർവശി വേഗം തന്നെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുവാണ്. ചന്ദ്രേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം അവർ രണ്ടുപേരും കൂടി പെട്ടെന്ന് തന്നെ കട്ടിൽ നിന്നും ചാടി എഴുന്നേക്കുവാം. എന്നിട്ട് ചന്ദ്രശേഖരൻ ചോദിക്കണേ, എന്താ എന്താ കാര്യം? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. എന്താ ഇവിടെ നടക്കുന്നത്? എന്താണ് മുറി അടച്ചിരുന്ന് ഇത്രമാത്രം രഹസ്യമായിട്ട് സംസാരിക്കാനായിട്ട്? നീ എന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനിവിടെ സാറാവുമായിട്ട് പ്രധാനപ്പെട്ട ഒരു ബിസിനസ് കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. അന്നേരം നീ എന്തിനാ ഇങ്ങനെ മാനേഴ്സ് ഇല്ലാതെ ഇങ്ങോട്ടേക്ക് ചാടിത്തുള്ളി കയറി വന്നത്? ഈ സമയം സാറേയും ഉർവശിയുടെ പൊട്ടിത്തെറിക്കണേ. എന്നാലും നിങ്ങൾക്ക് നാണമില്ലേ? ചന്ദ്രശേഖരന് ഇതിലും ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു ഭാര്യയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. ഇതിപ്പോൾ വിവരവുമില്ല, വിദ്യാഭ്യാസവും ഇല്ല, ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പോലും അറിയില്ല. ചന്ദ്രശേഖരനെ പോലെ ഇത്രയും സ്മാർട്ടും ഇൻ്റലിജൻറ്റും ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനും ഒരിക്കലും ചേർന്ന ഭാര്യയല്ല ഈ നിൽക്കുന്നത്. മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഓരോ സാഹചര്യത്തിലും ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ ചന്ദ്രശേഖരൻ്റെ ഭാര്യയായിട്ട് തുടരാനായിട്ട്? നിങ്ങളുടേത് അത്രയും ഇടുങ്ങിയ ചിന്താഗതി ആയതുകൊണ്ടാണ് ഓരോ അനാവശ്യ സംശയങ്ങളുമായിട്ട് ഈ റൂമിലേക്ക് ഇടിച്ചു കയറി വന്നത്. ചന്ദ്രശേഖർ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് ഡീലിനെ കുറിച്ച് സംസാരിക്കാനായിരുന്നു വന്നത്. പക്ഷേ എനിവേ എൻ്റെ മൂഡെല്ലാം സ്പോയിലായി. നമുക്ക് തൽക്കാലം ഏതെങ്കിലും കോഫി ഷോപ്പിലേക്കോ മറ്റോ പോയാലോ? അവിടെ ഇരുന്ന് സംസാരിക്കാം. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അങ്ങനെ പറഞ്ഞ ചന്ദ്രശേഖരനെയും കുട്ടി സാറ നേരെ അവിടെ നിന്നും പുറത്തേക്ക് പോകുവാണ്. അങ്ങനെ സാറയുടെ കുത്തുവാക്കുകളും അപമാനിക്കലും അതുപോലെ അതിനെല്ലാം കൂട്ടുപിടിച്ച് നിന്നുള്ള ചന്ദ്രശേഖരൻ്റെ പെരുമാറ്റവും വാക്കുകളും എല്ലാം കൂടി ആയതോടെ ഉർവശിക്ക് അങ്ങ് ഭ്രാന്ത് കയറുവാണ് കേട്ടോ. ഉർവശി ദേഷ്യത്തിൽ അലറിക്കൊണ്ട് അവിടെ കട്ടിലി വന്ന ദേഷ്യത്തിൽ അവിടെയുള്ള സാധനങ്ങളെല്ലാം തട്ടിമറിച്ചിടുവാണ്. ഇതെല്ലാം കണ്ട കൽപ്പനയാണെങ്കിൽ സന്തോഷിച്ചിരിക്കണേ. നന്നായിരിക്കുന്നു, എന്നോട് അഹങ്കാരം കാണിച്ചല്ലേ, അഹങ്കാരത്തിനുള്ള ശിക്ഷ ആ പപ്പ കിട്ടുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് കൽപ്പന സന്തോഷത്തോടെ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ആറ്റുവശ്ശേരിയാണ് കേട്ടോ. അവിടെ മുത്തശ്ശിക്കുള്ള മരുന്നും വെള്ളമൊക്കെ കൊടുക്കുവാണ് രാധിക. വരണം അരികെ തന്നെ ഇരിക്കുന്നുണ്ടാവും. എനിക്കിനി മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ. എൻ്റെ മക്കളുടെ അരികിലെത്തിയപ്പോൾ തന്നെ എൻ്റെ അസുഖമെല്ലാം മാറിയതാണ്. അതൊക്കെ ആയിക്കോട്ടെ, എന്നാലും ഡോക്ടർ പറഞ്ഞ ഈ മരുന്നൊക്കെ കൃത്യമായിട്ട് തന്നെ കഴിക്കണം. മെഡിക്കൽ കുട്ടിയായിട്ട് ഇതങ്ങ് കഴിച്ചേ എന്നും പറഞ്ഞ് രാധിക മരുന്നൊക്കെ കഴിപ്പിക്കുവാണ്. ഈ സമയം വരൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും മുത്തശ്ശിയുടെ അസുഖമൊക്കെ മാറിയാലും അച്ഛനും അമ്മയൊക്കെ ഇനി തിരിച്ചു വന്നാലും ഞാൻ എന്താണെങ്കിലും അവിടെ കണമംഗലത്ത് നടന്ന കാര്യങ്ങളൊന്നും പറയണ്ടെന്നാണ് വിചാരിച്ചത്. അത് നന്നായി മോനെ. പരമേശ്വരനും പത്മിനിയൊന്നും ഇതറിയണ്ട. എനിക്കിങ്ങനെയൊക്കെ അവിടെ വെച്ച് സംഭവിച്ചു എന്നറിഞ്ഞാൽ അവൻ പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കില്ല. അവനതൊന്നും ഒരിക്കലും സഹിക്കാനും പറ്റില്ല. ഈ സമയം വരൺ പറയണേ, മുത്തശ്ശി എന്താണെങ്കിലും ഇപ്പം ഹാപ്പിയല്ലേ? ഞങ്ങൾക്കിപ്പം മുത്തശ്ശി ഇതുപോലെ ഹാപ്പി ആയിട്ടിരുന്നാൽ മതി, ഞങ്ങൾക്ക് സന്തോഷവും. സത്യം പറയാലോ മോനെ, അവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ മുത്തശ്ശി ഓക്കെയായി. എൻ്റെ മക്കളിപ്പോൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ. മുത്തശ്ശിക്കിപ്പോൾ കൂടുതൽ സന്തോഷമായി. നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന ആ പ്രതിസന്ധിനെ മറികടന്ന് അതിനെ അതിജീവിച്ച് ജീവിക്കാൻ തുടങ്ങിയല്ലോ. ഞാൻ വിചാരിച്ചത് നിങ്ങളാകെ സങ്കടത്തിലും നിരാശയിലൊക്കെ ആയിരിക്കുന്ന, എന്നാൽ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ പൊരുതാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു. നല്ല രീതിയിൽ അധ്വാനിക്കുന്നുമുണ്ട്. മക്കൾ വിജയിക്കുക തന്നെ ചെയ്യും. ഈ മുത്തശ്ശിയുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. അന്നേരം രാധിക പറയണേ, മുത്തശ്ശിയുടെ അസുഖമൊക്കെ മാറുമെന്ന് ഉഷാറാവട്ടെ. അപ്പോൾ മുത്തശ്ശിയും കൂടി ഞങ്ങളുടെ ഒപ്പം കൂടിക്കോ. ഒരു മാനേജർ പോസ്റ്റ് ഉണ്ട് ഇവിടെ. വരുന്ന കോളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നുള്ള ലിസ്റ്റൊക്കെ മാത്രം തയ്യാറാക്കി ഞങ്ങളോട് ചുമ്മാ പറഞ്ഞാൽ മതി. ഞങ്ങളതൊക്കെ കൃത്യമായിട്ട് ഡെലിവർ ചെയ്തോളാം. അയ്യോ, എനിക്കങ്ങനെ വലിയ മാനേജർ പോസ്റ്റൊന്നും വേണ്ട മോളെ. ഈ പല കമ്പനിയിലെ മാനേജർമാരെ ബാക്കിയുള്ള അവിടുത്തെ സ്റ്റാഫിനൊന്നും ഇഷ്ടമല്ല. എന്തുകൊണ്ടാണ്? മാനേജർ അവർക്ക് ജോലി കൊടുത്തുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ ഞാനൊരു മാനേജറായ എന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാതാവില്ലേ? പിന്നെ ഞങ്ങളുടെ മുത്തശ്ശിയെ ഞങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുമോ? എന്നാലും അത് വേണ്ട. എൻ്റെ ആരോഗ്യമൊക്കെ ഒന്ന് പഴയതുപോലെ കിട്ടിക്കോട്ടെ. ഞാനും നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ കാറ്ററിംഗ് യൂണിറ്റിലേക്ക് കൂടാം. ഒരു കൈസഹായമൊക്കെ ആകുമല്ലോ. നമുക്കൊന്നിച്ച് മുന്നേറാം മക്കളെ. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണം. കണിമകൾ തിരിച്ചു പിടിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു ചെറിയ വീടെടുത്ത് നമുക്കെല്ലാവർക്കും കൂടി സന്തോഷത്തോടെ അവിടെ ജീവിച്ചാൽ മതി. മോളെ, എൻ്റെ മോൻ തളർന്നു പോകാതെ ഇന്നിപ്പോൾ കാണുന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലേക്ക് ഒരേ ഒരു കാരണം നീയാണ്. നീ അവന് കൊടുത്ത ആത്മവിശ്വാസമാണ്. അതീ മുത്തശ്ശിക്കറിയാം മോളെ. അതിനെല്ലാത്തിനും ഒരു പ്രയോജനം ഉണ്ടാകും. നിൻ്റെ ഈ കഷ്ടപ്പാടുകളൊക്കെ നിൻ്റെ ദൈവങ്ങൾ കാണാതിരിക്കുമോ? അധികം വൈകാതെ തന്നെ ഇവനും നല്ലൊരു ജോലി കിട്ടും. അന്നേരം
നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറി നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് അവസരം കിട്ടും. ആ സമയം നിൻ്റെ മനസ്സിലുള്ളൊരു വിഷമവും കൂടി ഉണ്ടല്ലോ, ശ്യാമയെക്കുറിച്ചുള്ളത്. ആ വിഷമത്തിനും ഒരു ഉത്തരം കിട്ടും മോളെ. ശ്യാമ എവിടെ ഉണ്ടെങ്കിലും നിനക്ക് കണ്ടെത്താനാകും. അങ്ങനെ ശ്യാമയുടെ കാര്യത്തെക്കുറിച്ചൊക്കെ മുത്തശ്ശി പറയുമ്പോൾ അമ്മയെക്കുറിച്ചുള്ള ആ ഓർമ്മകൾ ഒരു വിങ്ങലായിട്ട് രാധികയുടെ ഉള്ളിലേക്ക് എത്തുവാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമേനെയും അമൃതേനെയും തട്ടിക്കൊണ്ടു വന്നിരിക്കുന്ന ആ ഒരു സ്ഥലമുണ്ടോ. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ആകെ തളർന്ന് വിഷമിച്ചിരിക്കുമായിരിക്കും. ഈ സമയം ജനലിൻ്റെ പുറത്ത് നിന്ന് ഒരു ഗുണ്ട ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഈ സമയം പെട്ടെന്ന് തൻ്റെ കൂടെയുള്ള ഗുണ്ടക്ക് എന്തോ കാലിനോ മറ്റോ പരിക്ക് പറ്റിയതുകൊണ്ട് തന്നെ അയാൾ പെട്ടെന്ന് ഫോൺ അവിടെ ജനലിൻ്റെ അവിടെ വെച്ചിട്ട് നേരെ അയാളുടെ അരികിലേക്ക് ഓടി ചെല്ലുന്നുണ്ട്. ഈ സമയം ഇത് കാണുന്ന ശ്യാമ അമൃതയോട് പറയണേ, ഏട്ടത്തി ദേ അവിടെ അയാളുടെ ഫോൺ ഇരിക്കുന്നു, അതിൽ നിന്ന് രാധിക മോളെ ഒന്ന് വിളിച്ചാലോ? അതിനെന്താ, ഞാൻ പോയി ഫോൺ എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് അമൃത ജനലിൻ്റെ അവിടെ കൂടി പുറത്തേക്ക് നോക്കുവാണ്. ഈ സമയം കൂട്ടത്തിലുള്ള ഒരാളുടെ കാല് പൊട്ടി ചോരൊഴുകുന്നത് കണ്ടിട്ട് അയാളും വേറെ കൂടെയുള്ള മറ്റേ രണ്ടാമത്തെ ആളും കൂടി അയാളുടെ കാലിൽ എന്താ പറ്റിയെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുവാണ് കേട്ടോ. ഈ സമയം അമൃത പമ്മി ആ ജനലിൽ വെച്ചിരുന്ന ഫോൺ എടുത്ത് ശ്യാമയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുക. അന്നേരം ശ്യാമ വേഗം തന്നെ അതിൽ രാധികയുടെ നമ്പർ ഡയൽ ചെയ്ത് വിളിക്കുക. ഈ സമയം രാധികയാണെങ്കിൽ അടുക്കളയിലെ പച്ചക്കറിയും മറ്റും അരിഞ്ഞ് റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ട് രാധിക വേഗം തന്നെ അവിടെ നിന്ന് എണീറ്റ് ഫോൺ എടുക്കാൻ ചെല്ലുവാണ്. അങ്ങനെ പരിചയമില്ലാത്ത നമ്പർ കാണുന്നതും രാധിക ഒന്ന് ആലോചിക്കണേ, ഇതാരാ, പരിചയമില്ലാത്ത നമ്പറാണല്ലോ, ചിലപ്പോൾ ആരെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യാൻ വിളിക്കുമായിരിക്കും. അങ്ങനെ പറഞ്ഞ് രാധിക കോൾ അറ്റൻഡ് ചെയ്യുക. ഹലോ ആരാ ഇത്? ഈ സമയം രാധികയുടെ ശബ്ദം കേൾക്കുന്നതും ശ്യാമക്ക് ഒത്തിരി സന്തോഷമാകണേ. മോളെ എന്ന് വിളിക്കാനായിട്ട് ശ്യാമ തുടങ്ങുമായിരിക്കും. എന്നാൽ അപ്പോഴേക്കും ആ ഗുണ്ട അകത്തേക്ക് കയറി വന്ന് ശ്യാമയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിക്കുവാണ്. എന്നിട്ട് ഫോണിൽ അയാൾ സംസാരിക്കുക. അതെ സോറി മാഡം, കുട്ടിയെ ഫോൺ എടുത്ത് കളിച്ചപ്പോൾ അറിയാതെ കോൾ പോയതാ. ഓ ആണോ, സാരമില്ല എന്ന് പറഞ്ഞ് രാധിക അപ്പം തന്നെ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയം ശ്യാമയും അമൃതയും ആകെ ഭയന്ന് പറിച്ച് നിൽക്കുമായിരിക്കും. അന്നേരം ആ ഗുണ്ട ശ്യാമയുടെ കഴുത്തിന് നേരെ കത്തിയും പിടിച്ച് നിൽക്കുവാണ്. അതെ, നിൻ്റെ ഈ പാട്ട് പാടുന്ന ഈ ചങ്കുണ്ടല്ലോ, ഒരൊറ്റ വര പറഞ്ഞാൽ മതി, അന്നേരം രണ്ടായി പിളർന്ന് ഇല്ലാണ്ടായി പോകും. എന്നെക്കൊണ്ട് നീ അത് ചെയ്യിക്കരുത്. നിങ്ങളെ രണ്ടുപേരും തൽക്കാലം ഇപ്പോൾ കൊല്ലേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ അടങ്ങി നിൽക്കുന്നത്. പക്ഷേ എന്ന് കരുതി എപ്പോഴും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ ഒരു ദയവ് ഉണ്ടാകണം എന്നില്ല. ഇനി ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രവൃത്തി നിൻ്റെയോ ഇവളുടെയോ ഭാഗത്തുനിന്നുണ്ടായാൽ രണ്ടിനെ പിന്നെ വെച്ചേക്കില്ല. ഞങ്ങൾക്ക് മുകളിലുള്ളവർ പറഞ്ഞ നിർദ്ദേശമൊക്കെ ഞങ്ങളങ്ങ് മറക്കും, കേട്ടോടി. അങ്ങനെ പറഞ്ഞ് രണ്ടുപേരെയും വിരട്ടിയിട്ട് അവരവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ശ്യാമ പറയണേ, ഏട്ടത്തി ഞാൻ എൻ്റെ മോളുടെ ശബ്ദം കേട്ടു. ശ്യാമ വേണ്ട, ഒന്നും പറയണ്ട, രാധികയാണ് ശ്യാമ വിളിച്ചതെന്ന് അവരറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നവും. അങ്ങനെ ശ്യാമയാണെങ്കിൽ ആകെ സങ്കടത്തിലവിടെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് അവിടെ പൂജാമുറിയും മറ്റും അടിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന കൽപ്പനേനെയാണ് കേട്ടോ. കൽപ്പനയാണെങ്കിൽ തീരെ താല്പര്യമില്ലാതെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയം അങ്ങോട്ടേക്ക് വരുന്ന ഗൗതമാണെങ്കിൽ കൽപ്പനയെ കണ്ട് കൽപ്പനയെ തന്നെ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുക. എന്നിട്ട് കയ്യിലുള്ള താലി കയ്യിൽ പിടിച്ചുകൊണ്ട് കൽപ്പന ഇങ്ങനെ നോക്കുവാണ് ഗൗതം. ഈ താലി മുമ്പ് നിന്റെ കഴുത്തിൽ കെട്ടി നിന്നെ ഭാര്യയാക്കി കൂടെ താമസിപ്പിക്കണമെന്നായിരുന്നു ഞാനെന്നൊക്കെ വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പം അങ്ങനെയല്ല. തൽക്കാലം ഇത് നിന്റെ കഴുത്തിൽ കെട്ടുന്നു. എൻ്റെ ആവശ്യം കഴിഞ്ഞതോടെ നിന്നെ ഞാൻ വലിച്ചെറിയോടി. അങ്ങനെ പറഞ്ഞ് കൽപ്പനയുടെ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ ഗൗതം. ആ കൽപ്പനെ, താനിവിടെ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടല്ലേ? അമ്മ തന്നെ കൊണ്ട് കുറേ പണിയൊക്കെ എടുപ്പിക്കുന്നുണ്ടല്ലേ? എനിക്കറിയാം, പക്ഷേ എനിക്ക് തൽക്കാലം അമ്മ എതിർക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയില്ലേ? അമ്മക്ക് തന്നോട് ഈ ദേഷ്യമുള്ളത് എന്താ? താൻ സൂര്യയുടെ ഭാര്യ ആയതുകൊണ്ട്. സൂര്യ കിട്ടിയ താലി തൻ്റെ കഴുത്തിലുള്ളത് കൊണ്ടാണ്. സൂര്യ അമ്മയുടെ ഏറ്റവും വലിയ ശത്രുവാണല്ലോ. അങ്ങനെയുള്ളപ്പോൾ തന്നെ ശത്രുവിൻ്റെ സ്ഥാനത്തല്ലേ അമ്മ കാണൂ. അമ്മയുടെ ചിന്തയ്ക്ക് നമുക്ക് മാറ്റിയെടുക്കാം. സൂര്യ കിട്ടിയ താലിക്ക് പകരം ദേ ഈ തലയുണ്ടോ, അത് ഞാൻ തൻ്റെ കഴുത്തിൽ കെട്ടിത്തരും. നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങും. അതിനുശേഷം അമ്മക്ക് തന്നോടുള്ള ദേഷ്യമൊക്കെ മാറും. ഗൗതം എന്തൊക്കെയാണ് പറയുന്നത്? അങ്ങനെ താലി കെട്ടുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഗൗതം മാത്രം തീരുമാനിച്ചാൽ മതിയോ? മതി, പിന്നെ അല്ലാതെ ആര് തീരുമാനിക്കാനോ? മുമ്പ് പലപ്പോഴും നീ തന്നെ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ലേ നിൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടി തന്നുവെന്ന്. ഇപ്പോൾ അതിന് പറ്റിയ അവസരം തന്നെയാണ്. ഞാൻ ഈ താലി നിൻ്റെ കഴുത്തിൽ കെട്ടും. നമ്മളൊന്നിച്ച് ജീവിക്കാം, നമുക്കൊന്നാവണ്ടേ? അതിനുശേഷം അമ്മയെ പതിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. ഗൗതം എന്തൊക്കെയാണ് പറയുന്നത്? അതൊന്നും നടക്കാൻ പോകുന്നില്ല. മാറി നിൽക്കുക എന്നും പറഞ്ഞാൽ കൽപ്പന അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നതും ഗൗതം വിടുന്നില്ല. അങ്ങനെ അങ്ങ് പോയാലോ? ഇന്ന് നീ എൻ്റേതാവണം. നിൻ്റെ കഴുത്തിൽ ഈ താലി കെട്ടിയിട്ടേ ഞാൻ പോകും. അങ്ങനെ പറഞ്ഞ ബലം പ്രയോഗിച്ച് കൽപ്പനയുടെ കഴുത്തിലെ താലി കെട്ടാനായിട്ട് ശ്രമിക്കുവാണ് കേട്ടോ ഗൗതം. ഇല്ല ഗൗതം വിട്, എനിക്ക് പോകണം.
നീ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് കൽപ്പനയാണെങ്കിൽ ഗൗതത്തിനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഗൗതം അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. നീ നോക്കിക്കോ, ഈ പൂജാമുറിയിൽ ഭഗവാന്റെ മുമ്പിൽ വെച്ച് തന്നെ ഈ താലി ഞാൻ നിൻ്റെ കഴുത്തിൽ കെട്ടും, നിന്നെ ഞാൻ എൻ്റെ സ്വന്തമാക്കും എന്നും പറഞ്ഞ് ആ താലിയും കയ്യിൽ പിടിച്ച് കൽപ്പനയുടെ നേരെ ബലം പ്രയോഗിച്ച് കൽപ്പനയുടെ കഴുത്തിൽ കെട്ടാനായിട്ട് ഒരുങ്ങുന്ന ഗൗതത്തിനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് മുത്തശ്ശീനെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാനിരിക്കുന്ന രാധികേനെയാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ മറ്റെന്തൊക്കെ ആലോചിച്ചിരിക്കുക. അന്നേരം വരൻ പറയണേ, അത് ശരി, മുത്തശ്ശി ഇവിടെ എത്തിയെങ്കിലും മുത്തശ്ശിയുടെ മനസ്സിൽ പോലും കടമംഗലത്ത് തന്നെയാണല്ലേ? അങ്ങനെയൊന്നുമില്ലടാ. എന്നാൽ പിന്നെ എന്താ ഇങ്ങനെ മടി? അങ്ങനെ നല്ല കുട്ടിയെ കഴിച്ചേ എന്നും പറഞ്ഞ് രാധിക മുത്തശ്ശിക്ക് ഭക്ഷണമൊക്കെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ്. അങ്ങനെ ഫോണിൽ വിളിച്ചാൽ എന്തോ ചില കാര്യങ്ങൾ പ്രിയങ്കയോട് പറയുന്നുണ്ട്. അത് കേൾക്കുന്നതും പ്രിയങ്ക ഞെട്ടുവാ. സത്യമാണോ ഈ പറയുന്നത്? അങ്ങനെ മുത്തശ്ശിയും എന്താ കാര്യം എന്നറിയാൻ ആകാംക്ഷയോടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പുറത്തെവിടെ വെച്ച് സാറേനെ മുഖംമൂടി വെച്ച ഒരാൾ സാറയുടെ മുമ്പിലേക്ക് വരുവാണ് കേട്ടോ. അങ്ങനെ കാറിലേക്ക് കയറാൻ തുടങ്ങിയ സാറ ആ ഒരു അജ്ഞാതനെ കണ്ട് ഞെട്ടിലോട് കൂടി നിൽക്കുന്നതും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്